നമസ്കാരം. തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്തൊക്കെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ചില ആളുകൾ പണിയെടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ചും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ. എന്നാൽ മാധ്യമപ്രവർത്തകർ ചില സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പണിയെടുക്കുന്നു എന്നുള്ള ആരോപണം ചില അപൂർവ സമയങ്ങളിലൊക്കെ ഉയർന്നു വരാറുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി കുറേ മാധ്യമപ്രവർത്തകർ പണിയെടുത്തു എന്നാണ് അദ്ദേഹത്തിൻ്റെ എതിരാളികളുടെ അനുയായികൾ ആരോപണം ഉന്നയിച്ചിരുന്നത്. സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ബിൽഡിങ്ങിന്, അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ്സുകൾക്ക്, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന വസ്തുതകൾക്ക് ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ആരോപണങ്ങളാണ് ചില മാധ്യമപ്രവർത്തകർ നേരിട്ടത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിൻ്റെ മുമ്പ് എക്സിറ്റ് പോൾ ഫലം കേട്ട് വീണ്ടും അദ്ദേഹത്തിന് വേണ്ടി പണിയെടുക്കാൻ ഇറങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി? എന്തായാലും ചില പത്രങ്ങളിലെ വാർത്തകൾ, ഉദാഹരണത്തിന് മംഗളം മുതൽ മനോരമ വരെയുള്ള പത്രങ്ങളിലെ വാർത്തകൾ വായിച്ചാൽ ചില ആളുകൾക്ക് അങ്ങനെ തോന്നിയാൽ ചിലപ്പോൾ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. അതെന്തോ ആയിക്കോട്ടെ, സുരേഷ് ഗോപി ജയിക്കാനിടയുള്ള സ്ഥാനാർത്ഥിയാണ് എന്നൊക്കെ എക്സിറ്റ് പോളുകളുണ്ട്. അത് സുരേഷ് ഗോപി ആണോ എന്നുള്ള തർക്കവുമുണ്ട്. കേരളത്തിൽ BJPക്ക് സീറ്റ് കിട്ടും എന്നാണ്, 1 മുതൽ 3 വരെ സീറ്റ് കിട്ടും എന്നാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. 3 വരെ സീറ്റ് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അവരുദ്ദേശിക്കുന്ന ഒന്ന് തൃശ്ശൂർ തന്നെയായിരിക്കും. അതുകൊണ്ട് സുരേഷ് ഗോപി വിജയിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും, തോറ്റു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളത് നമ്മുടെ വിഷയമേ അല്ല. അദ്ദേഹം എല്ലാ സ്ഥാനാർത്ഥികളെയും പോലെ വിജയിക്കാൻ വേണ്ടി പ്രയത്നിച്ച ആളാണ്. സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്ന സാഹചര്യവുമല്ല. അങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥിയുടെയും സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ജനങ്ങളുടെ മനസ്സിൽ എന്താണ് നമുക്കങ്ങനെ പറയാൻ കഴിയും. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി, മറ്റ് സ്ഥാനാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഉയർന്ന ജനുസാണ് എന്ന മട്ടിൽ ഒരാളെ സമീപിക്കുമ്പോൾ നമ്മളത് ചൂണ്ടിക്കാണിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇന്ന് വന്ന ചില വാർത്തകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. നാളെ റിസൾട്ട് വരാൻ പോവുകയാണ്. റിസൾട്ട് വന്നിട്ട് ഇനി അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലും പ്രസക്തി ഇല്ലാത്ത നിലയിൽ ഈ ഒരു ദിവസം ഒന്ന് ഹെൽപ്പ് ചെയ്ത് കളയാം എന്ന് വിചാരിച്ചുള്ള ചില വാർത്തകളാണ്. അത് ചില മോഡലുകൾ തന്നെ ഉണ്ട്. ഇന്നത്തെ മംഗളം പത്രത്തിലെ വാർത്ത, മനോരമയുടേത് പിന്നാലെയുണ്ട്. മംഗളം പത്രത്തിൽ വന്ന വാർത്ത നമ്മളെ ചിരിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. സാധാരണ സ്ഥാനാർത്ഥികൾ അജ്ഞാതവാസത്തിലേക്ക് പോകുന്നത് അവരുടെ പാർട്ടി, പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ ചില MP-മാരെ അല്ലെങ്കിൽ MLA-മാരെ അവിടുത്തെ BJP നേതൃത്വം ഹൈജാക്ക് ചെയ്യും എന്ന് വിചാരിച്ച് ബസ്സിലൊക്കെ റിസോർട്ടിലേക്കോ അല്ലെങ്കിൽ അജ്ഞാതമായ കേന്ദ്രത്തിലേക്കോ നമ്മൾ DK ശിവകുമാർ ബസ് പിടിച്ച് കൊണ്ടുവന്ന് നമ്മൾ കാണാറുണ്ട്. റിസോർട്ട് രാഷ്ട്രീയം എന്നൊക്കെ അത് അറിയപ്പെടും. ഇനി അല്ല, തിരിച്ചാണെങ്കിൽ BJP നേതൃത്വം ഞങ്ങൾക്ക് അനുകൂലമായി വരാനിടയുള്ള കോൺഗ്രസിൻ്റെ ചില MLA-മാരെ അടിച്ചു മാറ്റുന്നത്, MP-മാരെ അടിച്ചു മാറ്റുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അവർക്ക് അജ്ഞാതവാസം വിധിക്കും. എന്നാൽ മംഗളം വാർത്ത വളരെ പോസിറ്റീവായി സുരേഷ് ഗോപി ഈ എക്സിറ്റ് പോളിൻ്റെ ഫലം അറിഞ്ഞ ഉടനെ അജ്ഞാതവാസത്തിലേക്ക് മാറി എന്നാണ് വാർത്ത നൽകുന്നത്. ആ വാർത്തയിലൂടെ കടന്നുപോയാൽ നിങ്ങൾക്ക് അത്യാവശ്യം ചിരിക്കാനുള്ള വകുപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി ഞാനായിട്ട് ഒന്നും മെനക്കെടുന്നില്ല. ആ വാർത്ത ഞാൻ വായിക്കാം. മംഗളത്തിൻ്റെ വാർത്ത: സുരേഷ് ഗോപി രഹസ്യ കേന്ദ്രത്തിലേക്ക്, CPIക്ക് സംശയം എന്നാണ് വാർത്തയുടെ തലക്കെട്ട്. അപ്പോൾ രഹസ്യ കേന്ദ്രത്തിലേക്ക് പോകാനുള്ള കാര്യം എന്താണെന്നൊക്കെ നമുക്ക് തോന്നുമല്ലോ. തിരുവനന്തപുരം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതോടെ കേരളത്തിലെ സ്ഥാനാർത്ഥികളിൽ തിളങ്ങും താരമായി നടൻ സുരേഷ് ഗോപി. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുന്ന പ്രവചനങ്ങൾ എല്ലാ എക്സിറ്റ് പോളുകളും ഉയർത്തിയതോടെ തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി ഉറപ്പാണെന്ന വിലയിരുത്തലും BJP വൃത്തങ്ങളിലുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ മാധ്യമങ്ങളിൽ ചില മാധ്യമപ്രവർത്തകർ എഴുതിക്കൊണ്ടിരുന്ന കാര്യമാണ് സുരേഷ് ഗോപി ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാണ്, എങ്ങനെയെങ്കിലും ഒന്ന് ജയിപ്പിക്കൂ എന്ന മട്ടിൽ. എന്തായാലും എക്സിറ്റ് പോൾ വന്ന ഉടനെ സുരേഷ് ഗോപി രഹസ്യ കേന്ദ്രം എന്ന് പറഞ്ഞ് ഡൽഹിയിലേക്ക് എങ്ങാനും പോയോന്നറിയില്ല, സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയിട്ട്. എക്സിറ്റ് പോൾ ഫലം വരുന്നതിന് മുമ്പ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോൺ വിളി എത്തുകയും തൃശ്ശൂരിലെ പ്രവർത്തനത്തിൽ അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു. ഇതിൻ്റെ ആവേശത്തിൽ നടൻ നിൽക്കുമ്പോഴാണ് എക്സിറ്റ് പോളും വിജയപ്രതീക്ഷ നൽകിയത്. ഇതോടെ സുരേഷ് ഗോപിയോട് മാധ്യമങ്ങളിൽ നിന്നും മറ്റും അകലം പാലിക്കണമെന്ന് BJP ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചു. ഇതനുസരിച്ച് അടുത്ത ബന്ധുക്കൾക്കൊപ്പം രഹസ്യ ഇടത്തിലേക്ക് താരം മാറി. ഫലപ്രഖ്യാപനം വരുന്ന അന്ന് 4 മണിക്ക് ശേഷമേ ഇനി സുരേഷ് ഗോപി പുറത്തേക്ക് വരുള്ളൂ. അതിനിടെ സുരേഷ് ഗോപി ജയിക്കുന്ന പ്രവചനങ്ങൾ ഇടതുമുന്നണിയിലും പലവിധ ചർച്ചകൾക്ക് വഴിയൊരുക്കും. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ BJPക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ലോക്സഭയിലേക്ക് താമര ചിഹ്നത്തിൽ കേരളത്തിൽ നിന്നും ആരും ജയിച്ചിട്ടില്ല. അല്ല, ഇതുവരെ ജയിച്ചിട്ടില്ല. ഇതിപ്പോൾ എക്സിറ്റ് പോളിൽ ജയിച്ചാൽ അങ്ങനെ ജയിച്ചതിന് തുല്യമായി കരുതാൻ കഴിയില്ല കേട്ടോ. സുരേഷ് ഗോപി ചരിത്ര വിജയം നേടുമെന്ന് എല്ലാ സർവേകളും പ്രവചിക്കുമ്പോൾ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനും ആറ്റിങ്ങലിൽ V മുരളീധരനും വിജയം നൽകുന്ന ദേശീയ ചാനലുകളുണ്ട്. ഇവരും കേന്ദ്രമന്ത്രിമാരാണ്. സുരേഷ് ഗോപിക്കൊപ്പം ഇവരും ജയിച്ചാൽ 3 പേരും കേന്ദ്രമന്ത്രിയാകാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെ 20 മണ്ഡലത്തിൽ എല്ലാവരും BJPക്കാർ ജയിച്ച് 20 കേന്ദ്രമന്ത്രിമാരുണ്ടാകും എന്നുള്ളതാണ് ഇവർ എഴുതാൻ ഉദ്ദേശിച്ചത്. പക്ഷേ 20 പേർക്കും ജയസാധ്യത ഇല്ലാത്തതുകൊണ്ട് ബാക്കി 3 പേരാണ് ജയിക്കുക, 3 പേരും കേന്ദ്രമന്ത്രിയാവും എന്ന് എഴുതിയിട്ടുണ്ട് മംഗളം. അക്കൗണ്ട് തുറക്കുമെന്ന പ്രവചനം കേരളത്തിലെ BJPയിലെ ഔദ്യോഗിക വിഭാഗത്തിനും പ്രതീക്ഷയാണ്. സംഘടനയിൽ നേതൃമാറ്റത്തിനുള്ള സാധ്യത പോലും വിജയം ഇല്ലാതാക്കും. എന്നാൽ സുരേഷ് ഗോപി ജയിച്ചാൽ
ഇടതിൽ കലാപമുണ്ടാകും. CPM-നെതിരെ ഗുരുതര ആരോപണങ്ങൾ CPM ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. ജയിച്ചാലാണ്, അപ്പോൾ അതിന് മുന്നേ തന്നെ അവർ സാധ്യതകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തൃശ്ശൂർ പൂരത്തിന് രാത്രി വെടിക്കെട്ട് നടക്കാതെ പോയതാണ് സുരേഷ് ഗോപിക്ക് വീണ്ടും മുൻതൂക്കം നൽകിയത് എന്ന വിലയിരുത്തൽ CPI-ക്കുണ്ട്. കേരളത്തിൽ ഭരണമുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ VS സുനിൽകുമാറിന് അത് വലിയ തിരിച്ചടിയായി. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ചില മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ തൃശ്ശൂരിലുണ്ടായിരുന്നു. എന്നിട്ടും പോലീസിൻ്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായി. ഇത് സുരേഷ് ഗോപിക്ക് ജയിക്കാൻ വേണ്ട അട്ടിമറിയായി CPI വ്യാഖ്യാനിക്കും. മനസ്സിലായല്ലോ? സുരേഷ് ഗോപിക്ക് വേണ്ടി തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രത്യേക സാഹചര്യം BJP ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ സുരേഷ് ഗോപി ഉണ്ടാക്കിയതാണ് എന്ന് CPI വ്യാഖ്യാനിക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പം നമുക്ക് സംശയം തോന്നുന്നത് എന്താ, ഇനി അട്ടിമറി എങ്ങനെ ശരിക്കും ഉണ്ടാക്കിയതാണോ എന്ന് നമുക്ക് സംശയം തോന്നില്ലേ? അയ്യോ, അതൊന്നും സംശയിക്കേണ്ട. അത് CPI ചിലപ്പം വെറുതെ സുരേഷ് ഗോപി ജയിച്ചാൽ വ്യാഖ്യാനിക്കാൻ മാത്രം സാധ്യതയുള്ളതാണ്. അല്ലാതെ തെരഞ്ഞെടുപ്പിന് ജയിക്കാൻ വേണ്ടി സുരേഷ് ഗോപിയോ BJP-യോ അങ്ങനെ പ്രത്യേകമായൊരു വിവാദം ഉണ്ടാക്കിയതല്ല. കരുവന്നൂർ കേസ് ഒഴിവാക്കാനുള്ള ഗൂഢതന്ത്രം പൂരം അട്ടിമറിക്ക് പിന്നിലുണ്ടെന്ന സംശയം സജീവമാണ്. സുരേഷ് ഗോപി ജയിച്ചാൽ ഈ ആരോപണത്തിന് കരുത്തു കൂടുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ BJP തൃശ്ശൂരിൽ തോൽക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസും CPM-ഉം. എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ അവർ വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. എക്സിറ്റ് പോളിൻ്റെ പ്രവചനങ്ങളെ അവർ എന്ത് വൃത്തികെട്ട പരിപാടിയാണ്. എക്സിറ്റ് പോളിലെ പ്രവചനം വന്നിട്ട് അവരത് വിശ്വാസത്തിലെടുക്കാണ്ട് സുരേഷ് ഗോപി ജയിച്ചു എന്ന് കണക്കാക്കാണ്ട് പെരുമാറുന്നത് മോശമല്ലേ? എന്തായാലും മംഗളത്തിൻ്റെ വാർത്ത പ്രകാരം സുരേഷ് ഗോപി അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറിയിട്ടുണ്ട്, അത് ഉറപ്പാണ്. പക്ഷേ മനോരമ വാർത്ത പ്രകാരം ഏറ്റുമാനൂർ ക്ഷേത്രത്തിലേക്കാണ് സുരേഷ് ഗോപി പോയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലിന് തലേന്ന് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെത്തി ഏറ്റുമാനൂർ അപ്പനെ തൊഴുതും വഴിപാടുകൾ അർപ്പിച്ചും നടനും തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി പിന്നെ അദ്ദേഹം അമ്പലത്തിലെത്തിയതും അവിടെ ചെയ്ത തൊഴലും അതിൻ്റെ ഫോട്ടോ എടുത്ത കാര്യങ്ങളും അദ്ദേഹം ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ഷൂട്ടിങ്ങും ഒക്കെ അവർ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഫോട്ടോയായും അല്ലാതെയും ഒക്കെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. ഫോട്ടോ അന്നേരം അറിയാണ്ട് പത്രക്കാരെടുത്തതാണ്. എന്നിട്ട് അദ്ദേഹം പുറത്തേക്ക് വന്ന് മാധ്യമങ്ങളോട് ഒരക്ഷരം പറഞ്ഞില്ല. മാത്രമല്ല, സുരേഷ് ഗോപി അവിടെയുള്ള ആളുകളൊക്കെ ഫോട്ടോ എടുത്ത് പോയി. മറ്റത് ഒരു തരത്തിലും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. അത് അദ്ദേഹം സദുദ്ദേശത്തോടെ പ്രതികരിക്കാത്തതാണ്. ക്ഷേത്രത്തിൽ എത്തിയതു മുതൽ തിരിച്ചു പോകുന്നതുവരെ മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ചില്ല. ക്ഷേത്രത്തിലെത്തിയ മറ്റ് വിശ്വാസികളോട് കുശലം പറയുകയൊക്കെ ചെയ്തു. എന്നിട്ട് തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് പ്രതികരിക്കാനോ സുരേഷ് ഗോപി മുതിർന്നില്ല. ഏറ്റുമാനൂർ അപ്പനെ തൊഴുതു വണങ്ങാനാണ് എത്തിയത് എന്ന് മാത്രമാണ് അദ്ദേഹം പ്രതികരിച്ചത്. പ്രതികരണത്തിനായി മൈക്ക് നീട്ടിയ മാധ്യമങ്ങൾക്ക് മുന്നിൽ തൊഴുത് ചിരിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറുകയായിരുന്നു. വളരെ മാന്യമായി അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു. എന്തായാലും ഈ വാർത്തകളിൽ നിന്ന് ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ കണ്ടതൊന്നുമല്ല ഇനി വരാൻ പോകുന്നത്. ചില മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപിക്ക് വേണ്ടി ഏതൊക്കെ വിധത്തിൽ പണിയെടുക്കുന്നു എന്നതിൻ്റെ അവസാനത്തെ, നമ്മൾ ഇന്ന് വരെ നോക്കുന്ന അവസാനത്തെ കാര്യമാണിത്. ഇനി അടുത്ത ഘട്ടം ഇതിനേക്കാൾ ഉയർന്ന തലത്തിലായിരിക്കും എന്നുള്ള പ്രഖ്യാപനം കൂടിയാണിത്. സുരേഷ് ഗോപി ജയിച്ചാലും തോറ്റാലും അവരുടെ മുന്നോട്ട് പോക്കിന് ഒരു തടസ്സവും വിഘാതവും ഉണ്ടാകില്ല എന്നുറപ്പാണ്. അതുകൊണ്ടാണ് സുരേഷ് ഗോപിനെ അജ്ഞാത കേന്ദ്രത്തിൽ നാളെ 4 മണിവരെ ഇരിക്കും. അതിനുശേഷം അദ്ദേഹം അജ്ഞാത കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്ക് വരും. എന്നിട്ട് എക്സിറ്റ് പോളിൽ വിജയിച്ചതിനുള്ള നന്ദി നാട്ടുകാരെ അറിയിക്കും എന്നാണ് മംഗളം വാർത്ത പ്രകാരം കാണുന്നത്. മനോരമ വാർത്തയിലെ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള വിശകലനങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോക്കിൻ്റെ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് അദ്ദേഹം നാളെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം മാത്രമേ പ്രതികരിക്കുകയുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും എക്സിറ്റ് പോൾ വന്നതുകൊണ്ട് സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പാണ്. ഇനി എക്സിറ്റ് പോളിൽ ജയിച്ചിട്ട് ഇതിൽ തോറ്റു കഴിഞ്ഞാൽ അത് നമ്മൾ അംഗീകരിക്കാനും ചാൻസ് ഇല്ല എന്നാണ് ഈ വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. സുരേഷ് ഗോപിക്ക് നല്ലത് മാത്രം വരട്ടെ. നന്ദി, നമസ്കാരം.